കാശിനിയിലുടേത് പൂയ നക്ഷത്രം. പൂയ നക്ഷത്രക്കാരുടെ ദോഷഫലങ്ങളും പൂയ നക്ഷത്രത്തെ കുറിച്ച് സംസാരിക്കുന്നു. പൂയ നക്ഷത്രത്തിന്റെ ദേവത ബൃഹസ്പതിയാണ്. ഗണം ദേവഗണമാണ്. യോനി പുരുഷയോനിയാണ്. വൃക്ഷം അരയാലാണ്. പക്ഷി ചകോരമാണ്. മൃഗം ആടാണ്. രജു പുരാണ്. അക്ഷരം വികാരമാണ്. മന്ത്രം മകാരമാണ്. പൂയ നക്ഷത്രം പൗഷ്ടിക കർമ്മത്തിനും ഉത്സവത്തിനും ശാന്തി കർമ്മങ്ങൾക്കും വിവാഹം ഒഴിച്ചുള്ള എല്ലാ മംഗളകർമ്മങ്ങൾക്കും ഈ നക്ഷത്രം. പൂയ നക്ഷത്രക്കാരുടെ പൊതുവെയുള്ള സ്വഭാവ സവിശേഷതകളിലേക്ക് നമുക്കൊന്ന് എപ്പോഴും പ്രസന്നതയും സന്തോഷവും പൂയ നക്ഷത്രക്കാരുടെ പ്രത്യേകതകളാണ്. എന്നാൽ ഇവര് നിസാര കാര്യങ്ങൾക്ക് വരെ പെട്ടെന്ന് കോപിക്കുകയും ചെയ്യും. വാക്സാമർഥ്യം, കർമ്മകുശലത, പൊതുവിജ്ഞാനം എന്നിവയെല്ലാം ഇവർക്കുണ്ടായിരിക്കും. ഔദ്യോഗികമായ വിദ്യാഭ്യാസം നേടിയവരെക്കാൾ ലോകപരിജ്ഞാനവും കഴിവും യഥോചിതം പ്രവർത്തിക്കുവാനുള്ള അറിവും ഇവർക്കുണ്ടാവും. ഒരു മുഖ്യ ലക്ഷ്യമില്ലാതെ പല കാര്യങ്ങളിൽ ഇടപെടുന്നതും ആലോചന കൂടാതെ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഇവർക്ക് പലവിധമായ പ്രശ്നങ്ങളും നഷ്ടങ്ങളും സംഭവിക്കാം. ബുദ്ധികൂർമ്മത, എന്തും പ്രവർത്തിക്കുവാനുള്ള വ്യഗ്രത, മനസ്സിലാക്കാനുള്ള കഴിവ്, അത് ഇവരുടെ ഈ നക്ഷത്രക്കാരുടെ ഗുണങ്ങളാണ്. ഈ കൂട്ടരെ സ്നേഹഭാവത്തിൽ ആരോടും പെരുമാറുമെങ്കിലും തനിക്ക് ആ ബന്ധം കൊണ്ട് പ്രയോജനമില്ലെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സ്നേഹബന്ധത്തിൽ നിന്ന് ഇവര് പിന്മാറുകയും ചെയ്യും. ഇവർക്ക് അന്യരെ ദ്രോഹിക്കാനോ ചതിക്കാനോ അങ്ങനെയുള്ള മനസ്സുള്ള ആൾക്കാരല്ല ഇവർ. അങ്ങനെ ആരെങ്കിലും ചതിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അവരെ എതിർക്കുകയും കൂടി ഈ കൂട്ടർ ചെയ്യും. മകം, ഉത്രം, ചിത്തിര ഈ 3 നക്ഷത്രക്കാരുമായി സഹവാസം വെച്ച് പുലർത്തുന്നത് ദോഷകരമാണ്. ഇപ്പോ പൂയ നക്ഷത്രക്കാർക്ക് 12-ൽ വ്യാഴവും 9-ൽ ശനിയുമാണ്. ഈ കാലഘട്ടം നല്ലൊരു കാലഘട്ടമല്ല. ധനവ്യയം മുതലായ കാര്യങ്ങളും കുടുംബപരമായ പ്രശ്നങ്ങളും ഭാഗ്യ കെട്ടുപോകലും ഭാഗ്യം ഉണ്ടാവുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള സമയമാണ്. അപ്പോ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം.